ഹലോ ഗെയ്സ്, അപ്പോൾ വ്ളോഗ്സ് ഓഫ് 90സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളി സ്പോട്ട് കാണാൻ പോകട്ടെ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് ഈ കലശമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമായിട്ടാണ്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ചാർജ് ഈടാക്കുന്നവർ. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് കേട്ടോ, കലശമല ഇക്കോ ടൂറിസം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം കാട് പിടിച്ചെടുക്കുന്നതാണ്, നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നടക്കുമ്പോൾ ശ്രദ്ധിച്ചടക്കണം, ചരലാണ് ഇവിടെയൊക്കെ, അപ്പോൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അടിപൊളി സംഭവം ഉണ്ട്, കാണിച്ചു തരാട്ടാ. ഇത് ഈ കലശമല ഒരു ഗുഹ ഉണ്ട്, പണ്ട് കാലത്തുള്ളൊരു ഗുഹയാണത്. ആ ഗുഹയ്ക്ക് ഇവിടെ നിന്നൊരു വഴിയുണ്ട് കണ്ട. ആ ഗുഹയുടെ ബാക്ക് സൈഡാണ് കേട്ടത്. ഇതിലൂടെയും നമുക്ക് കടക്കാൻ പറ്റും. ഇനി വേറൊരു സൈഡ് കൂടി ഇട്ടിട്ടോ. ഗുഹയുടെ പ്രധാന ഭാഗത്തല്ല, അപ്പുറത്തെ സൈഡാണ്. ഈ ഗുഹയുടെ മുകളിലുള്ള വ്യൂ കാണിച്ചറാം. നമുക്ക് ഈ ഗുഹയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരുവിധം പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊരു കുളമല്ല കേട്ടോ, ഗുഹയുടെ മുകളിൽ വെള്ളം കെട്ടിക്കുന്ന ഒരു ഭാഗമാണത്. ഇതാണ് ഗുഹയുടെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റ്. ഇവിടെ താഴെ ആൾക്കാരൊക്കെ കളിച്ച് രസിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെയൊക്കെ മഴക്കാലം ആയതുകൊണ്ടാണ് ആകെ പുല്ലും ഒക്കെ വളർന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് വരുമ്പോൾ അത്ര പുല്ലുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാണാനും നല്ല രസമായിരിക്കും. ആ കാണുന്ന കുന്ന് കൊണ്ട് കയറണം. ഒരു കാട് ഫോറസ്റ്റ് പോലെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. കണ്ടില്ല, ആ ദൂരെയുള്ള മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ 2 വഴിയുണ്ടോ, ഏത് വഴിക്കാണെങ്കിലും കയറാട്ടോ. ഇവിടെ കയറിയാലും മോളിക്കാനെത്തും.
ഈ കാടിൻ്റെ ഉള്ളിൽ പോലെ മൃഗങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോൾ മൃഗങ്ങളില്ലെങ്കിലും കപ്പിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കി പോകാം. സോണാവറായിട്ടാ വേണ്ട, തുമ്പ പൂത്തിരിക്കണണ്ട. ഗുഹയുടെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. കാല് താഴ്ത്തിക്കിട്ട് കഴിഞ്ഞതാ. അപ്പം നമുക്കിതിൻ്റെ താഴ്ത്തേക്ക് ഇറങ്ങാം കേട്ടോ. താഴ്ത്തേക്ക് ഇറങ്ങാനുള്ള വഴി കുറച്ച് റിസ്കി എലമെൻറ്റ്സ് ആണ്. നമുക്ക് റിസ്ക് സൂക്ഷിച്ചിറങ്ങാം. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ഇനി നമുക്ക് ആ ഗുഹയുടെ താഴ്ഭാഗം താഴത്തുനിന്നുള്ള വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗുഹയുടെ ഉൾഭാഗമാണ് കാണുന്നത്. നരിമട എന്നാണ് ഇതിനൊക്കെ പറയുക. പണ്ട് കാലത്ത് നരികളൊക്കെ താമസിച്ചിരുന്നത് കൊണ്ടാവാം. കണ്ടാ, മഴ പെയ്തിട്ട് മുകളിൽ നിന്നുള്ള വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങുന്നുണ്ട്. റിസ്ക്കാണ്, കാരണം ഈ കല്ല് കുതിർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. ഈ കാണുന്ന ബ്ലാക്ക് കളറൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കിളത്തിലുള്ളതാണ്. വെള്ളം ഉറ്റ വീണുണ്ട് അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കലശമല ഇക്കോ ടൂറിസം. തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിനടുത്ത് ആണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 10 രൂപയുള്ള കൊടുത്ത അഡ്മിഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.